അതായത് വീട്ടില് അമ്മമാര് സീരിയൽ കാണാണ്. ഈ മുദ്ര പിടിച്ചിരുന്ന് സീരിയൽ കാണാൻ പറയുക. യോഗ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ ഇന്ത്യക്കാർക്കൊരു അഭിമാനം, സന്തോഷം ഒക്കെ ഉള്ളതാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടോ? അല്ല അത് വെറുതെ കുറെ ആസനങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതോടുകൂടി കഴിഞ്ഞു, അങ്ങനെയാണോ? അല്ല, യോഗേനെ പൊതുവെ എല്ലാവരും മനസ്സിലാക്കുന്നത് യോഗ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്നത് യോഗാസനങ്ങളാണ്. ആ, പക്ഷേ ഈ 8 ലിംസ് ഉണ്ട് ഇതിൽ. യോഗ പറയുന്ന പതഞ്ജലി പറയുന്ന ഈ അഷ്ടാംഗ വിന്യാസത്തിൽ, അഷ്ടാംഗ ആ. യോഗയിൽ 8 എണ്ണം ഉണ്ട്. ഇതിൽ നമ്മൾ ഒരെണ്ണേ നമ്മൾക്ക് അറിയുള്ളൂ. ഒന്ന് യോഗാസനങ്ങൾ, ആ പോസ്റ്ററുകൾ, അതെ അതെ. പിന്നെ ഒന്ന് മെഡിറ്റേഷൻ. ഇത്രയും എല്ലാവർക്കും പ്രചാരമായിട്ട് അറിയുള്ളൂ. ഓ, പക്ഷെ മെഡിറ്റേഷൻ എല്ലാവരും ഓടിപ്പോയിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ആഹാ, അതിന് സ്റ്റെപ്പുകളുണ്ട്. അത് അതെല്ലേ? ഓടിപ്പോയിട്ട് നമ്മൾ കണ്ണടച്ചിരിക്കാൻ പാടത്തില്ല. അതിന് നമ്മൾ അങ്ങനെയാണെങ്കിൽ യോഗ്യനാണോ? ആ, നമ്മൾ യോഗ്യരാണോ? ഇരിക്കാൻ പറ്റുമോ? ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരാളെ ഇരുത്താൻ പറ്റത്തില്ല. അപ്പം നമ്മളെ പീഡിപ്പിക്കലാണ് കുറേയൊക്കെ അത്. ആ, പിന്നെ ധ്യാനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനം ഒരാളെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ധാരണയാണ്. ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാവരും പഠിപ്പിക്കുന്നത് അതാണ്. ധ്യാനം സംഭവിക്കേണ്ടതാണ്. അപ്പോ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് ഇതിലേക്ക് എത്താൻ എന്താണ് വഴി? ആദ്യം അവരുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് കാര്യം. ടഫ് ഇതാണ് ജോബാണ്. ടഫ് ജോബാണ്. അതെ കാരണം എല്ലാവരും ഇമോഷണലി ബ്ലോക്കഡ് ആണ്. ആ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബ്ലോക്കഡ് ആയിരിക്കും. അതെ. ഇവരെ നമുക്ക് ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് ആണത്. ഉം. നമ്മുടെ ഓർമ്മകളാണ് ശരിക്കും മസിലുകളിലേക്കൊക്കെ ഈ വിഷമങ്ങൾ കൊണ്ടുതരുന്നത്. നിങ്ങൾ അമിതമായി ഭാരം എടുക്കുന്ന ഒരാളാണെങ്കിൽ ഷോൾഡർ പെയിൻ വരാൻ തുടങ്ങും. ഷോൾഡർ ഇങ്ങനെ റൗണ്ട് ആവാൻ തുടങ്ങും. നമുക്കിങ്ങനെ മുന്നോട്ട് കുനിയാൻ തുടങ്ങും. ആഹാ, അമിതമായി ദുരിതം ജീവിതത്തിൽ അനുഭവിച്ചുള്ള ആളാണെങ്കിൽ നമ്മുടെ മുട്ടിന് പെയിൻ വരാൻ തുടങ്ങും. ഇതൊക്കെ സൈക്കോസൊമാറ്റിക് ആയിട്ട് വരുന്നതാണ്. മനസ്സിൻ്റെ വ്യാധികൾ അത് ആദിയിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മുടെ മനസ്സിൽ അനുഭവിച്ച ഓരോ ആഘാതവും ആ, ശരീരത്തിലേക്ക് പ്രതിഫലിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഇട്ട ഒരു അഴുക്ക്, ഒരു ഹേർട്ടായിരിക്കാം, ഒരു വേദനയായിരിക്കാം, ഉം. പിൽക്കാലത്ത് അത് പൊന്തി പൊന്തി ഒരു 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 അസുഖമായിട്ട് നമ്മുടെ ത്വക്കിൻ്റെ പുറത്തേക്ക് വരുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ ഇത് അവിടെ ഓ, ഉണ്ടാവുന്നുണ്ട്. സാഖ്യൻ പറഞ്ഞു നിർത്തുന്നിടത്താണ് യോഗ ചിത്ത വൃത്തി നിരോധ. മനസ്സിൻ്റെ വൃത്തികളെ നിരോധിക്കാൻ പഠിക്കണം ആദ്യം. അത് ഓ, വിചാരിച്ച് തോട്ടുകളെ കുറയ്ക്കാന്നല്ല. ആ, നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്താണ്. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ശരീരമല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, മനസ്സുമല്ല. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. ഈ ഈ യാത്രയാണ് സ്പിരിച്വൽ വേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാന്തി കിട്ടണമെങ്കിൽ മനസ്സ് പെർഫെക്റ്റ് ആവണം. മനസ്സ് പെർഫെക്റ്റ് ആയാലേ നമ്മുടെ ഊർജ്ജം പെർഫെക്റ്റ് ആവുള്ളൂ. ഊർജ്ജമാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. ഊർജ്ജത്തിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. നഷ്ടപ്പെടും. നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ, മനസ്സല്ല. മനസ്സാണെങ്കിൽ കൂടി മനസ്സിൽ നിന്ന് പോകുന്നത് ഊർജ്ജത്തിലേക്കാണ്. ഞാൻ ഇപ്പോൾ യോഗ ടീച്ചറാണ്. യോഗ മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അലോപ്പതി കഴിക്കുന്നുണ്ട്, ആയുർവേദം കഴിക്കുന്നുണ്ട്, ഇല്ലേ? അതെ അതെ. അതുപോലെ സ്വീകരിക്കണം. ഇത് മുദ്രയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്, ക്രിയയിൽ നിന്ന് ആഹാ, സ്വീകരിക്കുന്നുണ്ട്. ആ, അതിൽ മുദ്ര എന്ന് പറഞ്ഞ അപാനമായി പാനിക് അറ്റാക്ക് വരാൻ നമുക്ക് മാറ്റാൻ അത് ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ. അതായത് വീട്ടിൽ അമ്മമാർ സീരിയൽ കാണാണ്. ആ, ഈ മുദ്ര പിടിച്ചിരുന്ന് സീരിയൽ കാണാൻ പറയുക. ആഹാ. മനസ്സിലായ? എനർജിക്കലി വരുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നമുക്ക് ഇങ്ങനെ ഹീലിലൂടെ മാറ്റാം, മുദ്ര ഹീലിങ്ങിലൂടെ മാറ്റാം.